പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പട്ടാമ്പി ഗുരുവായൂർ പാതയിലെ കൂറ്റനാട് അടുത്തുള്ള എളവാതിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിൻ്റേതാണ്. ഞേങ്ങാട്ടിരി വിളക്ക് സംഘമാണ് അയ്യപ്പൻ വിളക്ക് നടത്തുന്നത്. കൂടുതലായി മധ്യ കേരളത്തിൽ അനുഷ്ഠിച്ചു വരുന്ന ഏകദേശം 1.5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ വിളക്ക്. ഒരു രാത്രി കൊണ്ട് അമ്പലം പണിയും പിറ്റേ ദിവസം രാവിലെ മുതൽ വിളക്കിൻ്റെ ചടങ്ങുകൾ തുടങ്ങുന്നു. കൂറയിടൽ, കുടിവെപ്പ് മുതൽ ഗുരുതി തർപ്പണം, കൂറ വലിക്കുന്നതോടുകൂടിയാണ് അയ്യപ്പൻ വിളക്കിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. അയ്യപ്പൻ വിളക്കിലെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, തിരിയൊഴിച്ചിൽ, വെട്ടും തടവും എന്നിങ്ങനെയുള്ള പ്രധാന ചടങ്ങുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്രകലകളെയും കലാകാരന്മാരെയും പരിചയപ്പെടുത്തുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. നമസ്കാരം. നമ്മുടെ അയ്യപ്പൻ വിളക്കിനെ പറ്റിയിട്ട് പൊതുവായിട്ടുള്ള തത്വങ്ങൾ, എത്ര സമയം മുതലേക്ക് എത്ര സമയം വരെയാണ് ഇത് നീണ്ടു നിൽക്കുന്നത്? ശരിക്ക് പഴയ ചടങ്ങ് പ്രകാരം കാലത്ത് ഉദയം മുതൽ അസ്തമനം വരെ അമ്പലം മണി, അസ്തമനം മുതൽ ഉദയം വരെ അയ്യപ്പൻ വിളക്ക്. ഇതാണ് അതിൻ്റെ ചടങ്ങ്. പഴയ കാലത്ത് ചടങ്ങുകളൊക്കെ അങ്ങനെയാണ്. ഇപ്പം പിന്നെ കാലത്തിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാത്രി അമ്പലം പണി, തലേ ദിവസം രാത്രി അമ്പലം പണി, പിറ്റേ ദിവസം ഉച്ചാകുമ്പോൾ തൊട്ടിട്ട് ചടങ്ങ്. പിന്നെ അമ്പലത്തിൽ കുടിവെച്ച് 10 മണിക്ക് കുടിവെക്കും. 10 മണിക്ക് കുടിവെപ്പ്, രാവിലെ 10 മണിക്ക്. അമ്പലമൊക്കെ ഒരുങ്ങി കഴിഞ്ഞാൽ രാവിലെ 12 മണിന് മുന്നേ എന്ന് പറയാം. 10 മണിക്ക് ശേഷവും 12 മണിന് മുന്നേ പാട്ടും. അതിന് വെളിച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, വെളിച്ചപ്പാടും കാര്യങ്ങളൊന്നും ഇല്ല. മുഴുവൻ വിളക്കിന് മാത്രമേ. അപ്പോൾ കൂടിയിട്ട് അങ്ങനെ കുടിവെപ്പ്. അത് കഴിഞ്ഞാലുള്ള ചടങ്ങ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പാലക്കൊമ്പിന് എഴുന്നള്ളിപ്പ്. വൈകുന്നേരം മഞ്ഞപ്പേറ്റ് അടിക്കുന്ന പറയുക പണ്ടത്തെ കാലത്ത്. പാലക്കൊമ്പ് പിന്നെ നേരത്തെ 4 മണിക്ക് പോയി 3 മണിക്കും 4 മണിക്കൊക്കെ പാലക്കൊമ്പ് പുറപ്പെടാക്കി. അത് ഇത്ര ദൂരം എന്നുള്ള അങ്ങനെ കണക്കൊന്നുമില്ല. അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഏകദേശം ഇപ്പോൾ ഒരു അയ്യപ്പൻ വിളക്ക് തുടങ്ങി എത്ര കാലഘട്ടം ആയിട്ടുണ്ടാവും എന്നുള്ളത് അറിയും? ഒരു ഗുരുനാഥന്മാരെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവില്ല. ചുരിക ഒരു 200 വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞു. അപ്പൊ അതിനു മുൻപുണ്ടായിണ്ടാവുമല്ലോ ഗുരുനാഥന്റെ അത്രയും പഴക്കമുണ്ട് എന്നാണ് ഗുരുനാഥൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. എത്ര രീതിയിൽ ഇപ്പോൾ കാൽവിളക്ക്, അരവിളക്ക്, എത്ര രീതിയിൽ? കാൽവിളക്ക്, അരവിളക്ക്, മുഴവിളക്ക്, കാണിപ്പാട്ട്. ഏറ്റവും ചുരുങ്ങി നടക്കുന്ന കാണിപ്പാട്ട്, മലർപൂജ. അങ്ങനെ അമ്പലം കയറ്റുമോ? അല്ല, വെറും പാട്ട് വന്നു. ജനനവരെ പാട്ട്. മലർപൂജ, കാണിപ്പാട്ട് എന്ന് പറഞ്ഞ ചെറിയ അമ്പലം, ഒരു ചാരമ്പലം, കാണിപ്പാട്ട്, മേൽക്കൂട്ടാത്ത അമ്പലം, ചെറിയ അമ്പലം കയറ്റിയിട്ട് അതിന് നിയോഗമൊക്കെ ഉണ്ടാവും, വെളിച്ചപ്പാടൊക്കെ ഉണ്ടാവും. ഇതിന് കണക്കുകൾ, ഈ അമ്പലം കയറ്റുന്നതിന് കണക്കുകളില്ലേ? അതിന് കണക്കുണ്ട്. അത് അയ്യപ്പൻ അമ്പലത്തിന് ഇന്ന കണക്ക്, ഭഗവതി അമ്പലത്തിന് ഇന്ന കണക്ക്, അങ്ങനെ ഉണ്ടോ? ഈ അരവിളക്ക്, മുഴുവൻ വിളക്ക്, അതിന് ഡിഫറൻസ് ഉണ്ട്? ഈ അരവിളക്കിന് 3 അമ്പലം, 2 അമ്പലം, ഒരു പള്ളി. കാൽവിളക്കിന് ഒരു അമ്പലം, മുഴുവൻ വിളക്കിന് 5 അമ്പലം. അപ്പൊ അതിന്റെ ഒരു ഐതിഹ്യം എന്താ? പാലക്കൊമ്പിന് ഭഗവതിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടുത്തെ ചടങ്ങ്. എന്ന് വെച്ചാൽ അയ്യപ്പൻ വിളക്കിന്റെ ചടങ്ങിനോടനുബന്ധിച്ച് ഭഗവതിയുടെ സ്ഥാനമുണ്ട്. അപ്പോൾ ഭഗവതിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരണം. അതാണ് പാലക്കൊമ്പിന്റെ എഴുന്നള്ളിപ്പിന്റെ ഉദ്ദേശിക്കുന്നത് നമ്മൾ. അതിന് 3 വെളിച്ചപ്പാടുണ്ടാവും: അയ്യപ്പൻ, പിന്നെ ഭഗവതി, കരിമല. ഈ ഭഗവതി എന്ന് പറയുമ്പോൾ ഭദ്രകാളി സങ്കല്പത്തിലാണോ? ഇവര് പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വരുമ്പോൾ ഭദ്രകാളിയുടെ ധാരികാവതം, കഥകൾ, പാട്ട്.
ദീപാരാധന ആ നേരത്തിന് ഇവിടെ റെഡിയാവും. റെഡിയാവും. എല്ലാം ഇവിടെ എല്ലാം റെഡി. അത്താഴപൂജ, പൂജ അത് കഴിഞ്ഞാൽ പാട്ട് തുടങ്ങും. പാട്ടിനിരിക്കും. ഒരു 12-12:30 ആകുമ്പോഴേക്കും ജനനം. അയ്യപ്പന്റെ ജനനം അപ്പോഴാണ് ശരിക്കും അയ്യപ്പന്റെ. ഇത്ര സമയത്ത് ജനനം വരികയെന്നുണ്ടോ? ഒരു മണിക്കൂർ മുമ്പായിട്ട്, ഒരു മണിക്കൂർ മുന്നേ കഴിക്കണം ജനനം കഴിയാം. ശരിക്ക് 12 മണിക്കാ പാട്ട് പാടുകയാണെന്ന് വെച്ചാൽ ഒരു 10 പാട്ടുകളുണ്ട്. 3.5 മണിക്കൂറോളം പിടിക്കും. അപ്പോൾ അത് ഇപ്പൊ പിന്നെ അതിന്റെ സമയമൊന്നും കിട്ടില്ല. ഈ പാട്ടിന് ഓരോരോ താളങ്ങളില്ലേ?
താളം, വർമ്മതാളം, പാണ്ടി, നാലാം താളം, പിന്നെ രൂപം. രൂപമാണ്, രൂപടിച്ച് പാടുക പ്രധാനമാണ്. അത് പിള്ളേർക്കൊന്നും അത് പാടിയാൽ ഒന്നും മനസ്സിലാവില്ല ആൾക്കാർക്കും. അപ്പോൾ താളത്തിലെ പാട്ടുകൾ പാടാൻ അയ്യപ്പന്റെ ജനനം പാടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചടങ്ങ് എന്താ? പാൽക്കുടം എഴുന്നള്ളിപ്പ്. അത് പാതിരാത്താലം എന്ന് പറയും. ഈ പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്. അതിന്റെ ഒരു ഐതിഹ്യം അത് എഴുന്നള്ളിപ്പോഴും മുഴുവനും ഭഗവതിക്കാണ്. അയ്യപ്പനാണെങ്കിലും എഴുന്നള്ളിപ്പോഴും മുഴുവൻ ഭഗവതിക്കാണ്. ഭഗവതിനെ 3 കൂടിയ വഴിയിൽ നിന്ന് എഴുന്നള്ളിച്ചതിന്റെ കൂട്ടപ്പെരുവഴി എഴുന്നള്ളിച്ചു. അവിടെ ഈ നായാട്ടുവിളി നമ്മളവിടെ പേട്ടവിളി എന്നാ പറയാ. പേട്ട വിളിച്ചിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വേറെ എഴുന്നള്ളിച്ചു കൊണ്ടുതന്നെ വേറെ ഐതിഹ്യമൊന്നുമില്ല. ഭഗവതി എഴുന്നള്ളിച്ചു കഴിഞ്ഞ പിന്നെന്താ പൊലിപ്പാട്ട് തുടങ്ങി കാണിക്കിടാന്ന് പറയും. കാണിക്കിട അയ്യപ്പന് കാണിക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ആഴിപൂജയാണ്. പൂജയിലുള്ളത് ആഴിപൂജ കാണാട്ടത്തിനെ. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവിളിച്ചിൽ കഴിഞ്ഞോട് കൂടിയിട്ട് വെട്ടുന്നത് കുടിച്ച് വെട്ടുന്നുള്ളത്. എത്ര പൂജകളാണ് ഇതിൽ വരുന്നത്? ഋകാല പൂജ എന്നുള്ള അങ്ങനെ വരുന്നില്ല. ഋകാല പൂജ, രാവിലത്തെ കുടിയപ്പ പൂജ, പിന്നെ അത്തറ പൂജ ആയിട്ടുള്ളൂ. പൂജ പിന്നെ അങ്ങനെ ഓരോ ചടങ്ങിനും ഓരോ പൂജകളുണ്ട്. അത് പാൽക്കുടം പൂജ, ജനനം കഴിഞ്ഞാൽ പാൽക്കുടം പൂജയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പാൽക്കുടം വന്നു കഴിഞ്ഞാൽ ആഴിപൂജ
തിരുവഴിച്ചിലും അതും ഭഗവതിയുടെ സങ്കല്പത്തിൽ തന്നെയല്ലേ തിരുവഴിച്ചിൽ ഭഗവതി സങ്കല്പം അല്ലേ? അത് ഈ ഇത്ര അതിനാ പന്തത്തിന് ഇത്ര തിരി അങ്ങനെയുള്ള അങ്ങനെ കണക്കൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ അത് നൃത്തങ്ങളോ അതിന് നൃത്തങ്ങളും വ്യത്യസ്തമായിട്ട് ചെയ്യും. ഇത് എല്ലാ ദിക്കിലും ഒരാൾ തന്നെയാണോ ചെയ്യുക? മാറി മാറിയിട്ട് ചെയ്യും. തിരുവിഴിച്ചിൽ കഴിഞ്ഞാൽ പിന്നെ വെട്ടും തുടങ്ങും. അതോടുകൂടി ഇല്ല, അത് കഴിഞ്ഞാൽ കനലാട്ടം. കനാട്ടത്തിന്റെ ഇടയ്ക്ക് കനാട്ടം കഴിഞ്ഞാൽ കൂറ വലിക്കുക. അവസാനിപ്പിക്കാൻ അപ്പോൾ വേട്ടവളി ഉണ്ട് ഇവിടെ 15 മണിക്ക് വേട്ടവളി പറയും. അല്ല, കൂറവലി കഴിഞ്ഞിട്ടാണ് ഗുരുതിയർപ്പണത്തോട് പഴയ കാലത്ത് ഈ പാലക്കൊമ്പ് കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ മുകളിൽ വന്ന ഭൂതഗണങ്ങൾക്കുള്ള ഗുരുതി എന്ന സങ്കല്പം. അപ്പൊ അടുത്ത മനസ്സിലാക്കിയത് അപ്പോൾ അതിന് ഗുരുതർപ്പണം കഴിഞ്ഞിട്ട് 3 കൂടി വഴിയിൽ പാലക്കൊമ്പ് കൊണ്ടുവരണം അത്ര സമർപ്പിക്കണം. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഈ മണ്ഡലമാസം ഒന്നുമില്ല. മണ്ഡലമാസം കഴിഞ്ഞിട്ടാകുമ്പോൾ ശരിക്കും പണ്ട് ഈ ബലിയനുണ്ടായിരുന്നു. കുക്കളം മറ്റേ കോഴിനെ ഇപ്പൊ അത് അതിന് പകരമായിട്ട് എന്തെങ്കിലും കുമ്പളങ്ങ കെട്ടിട്ട് കഴിക്കും ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ തർപ്പണം ചെയ്യാറൊന്നുമില്ല. ഈ മണ്ണല 41 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ പൽമട്ട് പൂജയൊക്കെ ഉണ്ട്. കഴിഞ്ഞാൽ പൽമട്ട് പൂജ ഉണ്ട് ഉഴുതിക്ക്. അതെ.
ഇളവാതുക്കൽ ക്ഷേത്ര ഭരണസമിതിക്കും വേങ്ങാട്ടിരി വിളക്ക് സംഘത്തിലെ എല്ലാവരോടും സ്നേഹത്തോടെ ധൂളി ആർട്സിൻ്റെ നന്ദി അറിയിക്കുന്നു. മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.